ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ മക്കളുടെ ആദ്യത്തെ ചാനലായിരുന്നു. അപ്പോൾ ഈ ചാനൽ കുറേ ആയി ഇല്ലാത്തത്, ഇതിൻ്റെ പാസ്വേഡും ഒക്കെ മറന്നുപോയിട്ട്. അപ്പോൾ ഇത് പിന്നെയും റീകവർ ചെയ്തിട്ട് കിട്ടിയതാണ് ഈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഞാൻ തൽക്കാലം ഡിലീറ്റ് ആക്കി. ഇനി ഞാൻ വെച്ച് ഇനി മുതൽ ഈ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, എൻ്റെ മറ്റേ ചാനലൊന്ന് സെറ്റ് ആകുന്നത് വരെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ പക്ക ബോറാണ് കേട്ടോ. ബോറ് പരിപാടിയാണ്. എനിക്കെന്തോ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തന്നെ എനിക്ക് തന്നെ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നം വരില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ നോമ്പ് തുറക്കാൻ പോലാണ്. അപ്പോൾ കൊല്ലത്തിൽ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സും ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ വെച്ച് എന്തെങ്കിലും 2 തരം കടി ഉണ്ടാക്കിയിട്ട് പോകാമെന്ന്. അപ്പം ഉന്നക്കായും ഇറച്ചിപ്പത്തിലും പിന്നെ ഇറാനി പോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉന്നക്കായി ഇട്ടിത്തരുന്ന നമ്മളപ്പുറത്ത് ഉമ്മാമയാണ് കേട്ടോ. ഓരോ അതിനുള്ള നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ പണ്ട് മുതലേ ഉണ്ടാക്കിയിട്ടുള്ള ശീലമല്ല, അതുകൊണ്ട്. പിന്നെ ഇറച്ചിപ്പത്തിലിൻ്റെ ചിക്കനെല്ലാം ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചാൽ പിന്നെ വേഗം ബാക്കി പണി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ മിക്സിയിലാണ് ഞാൻ അടിക്കുന്നത്. മിക്സിയിലാകുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ നമ്മളെ ചിക്കന്. അങ്ങനെയെല്ലാം സെറ്റാക്കി. പിന്നെ ഇറാനി പോലൻ്റെ ചിക്കന് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറാനി പോലൻ്റെ ചിക്കൻ പൊള്ളുന്നതായിട്ട് നമുക്ക് അത് പിച്ചിടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉന്നക്കായ ഉരുട്ടാന്ന് വിചാരിച്ചു. ഉമ്മാമ്മൻ്റെ കൂടെ ഞാനും ഉന്നക്കായ ഉരുട്ടലാന്ന് കേട്ടോ. എനിക്ക് അങ്ങനെ സ്പീഡില്ല. ഇപ്പം ഞാൻ സ്പീഡിട്ട് കാണിച്ചത്. ഞാനിങ്ങനെ തയ്ച്ച് മെല്ലെ തടവി ഇങ്ങനെ ഇതാക്കിയെടുക്കും. അങ്ങനെ ഉന്നക്കായ അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിൻ്റെ മസാല വഴറ്റി വെക്കലാന്ന് കേട്ടോ അടുത്ത പരിപാടി. അപ്പം അതൊക്കെ എളുപ്പപ്പണി തന്നെയാണ്. പിന്നെ അത് പരത്താനാണ് കുറച്ച് പാടുള്ളൂ ഇറച്ചിപ്പത്തിൻ്റെ. വേറെ ബാക്കിയെല്ലാം ഈസിയാണ്. അങ്ങനെ മസാല റെഡിയായി. പിന്നെ ഞാൻ ഉന്നക്കായ അവിടെ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണ്ടേ പോകാൻ. അപ്പം എല്ലാം സ്പീഡിൽ അങ്ങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉന്നക്കായും എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉന്നക്കായൻ്റെ റെസിപ്പിക്ക് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇടാം. ആരെയും കമൻറ്റ് ചെയ്താൽ മതി. അതൊക്കെ അറിയാത്തതായിട്ട് ഇപ്പോൾ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അതൊക്കെ പണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ വീഡിയോ. അതിൻ്റെ ഇടയിൽ പാത്രമെല്ലാം കഴുകിയിട്ട് ഏതാച്ചും സഹായിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ സോപ്പിൻ്റെ നേരെ പതിയും കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓവറാക്കുന്നുണ്ട് അവൾ. പിന്നെ ഞാൻ അടുത്ത പരിപാടി എന്താ, ഇറാനിപ്പോള സെറ്റാക്കലാണ്. അങ്ങനെ ഇറാനിപ്പോള അടുപ്പത്താക്കി അതും ഒരു സൈഡിൽ സെറ്റാകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇറച്ചിപ്പത്തിലെ പരിപാടിയാണ്. ഇറച്ചിപ്പത്തിൽ ഇതാണ് മെയിനായിട്ടുള്ള പണി. പിന്നെ ഫ്രൈ ചെയ്യലും മസാലയാക്കൊന്നും അത്ര വലിയ പണിയല്ല. പരത്തിയിട്ട് ഇതിങ്ങനെ മസാല വെച്ചിട്ട് ഇത് ഒട്ടിക്കലാണ് പണി കേട്ടോ. പരത്താൻ ഉമ്മ വരുത്തിരുന്നുണ്ട്, ഞാനിങ്ങനെ ഒട്ടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. നമ്മളിങ്ങനെയാണ് കേട്ടോ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കൽ. ഓരോരുത്തർ ഓരോ രീതിയിലാണ്. അപ്പം നമ്മുടെ ഇറാനി പോള ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ ഇറച്ചിപ്പത്തിൽ പൊരിക്കലാണ്. ഇത് പിന്നെ പൊരിക്കൽ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞോളും. അങ്ങനെ ഇറച്ചിപ്പത്തിലും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ കുറേ ആളൊന്നുമില്ല, ഉമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. പിന്നെ ഏട്ടന്മാർ വന്നിനെങ്കിലായി നോമ്പ് തുറക്കാൻ. പിന്നെ ഞാൻ കുറച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് ഉന്നക്കായി ഞാൻ പൊരിക്കാത്തത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് പൊരിക്കാമെന്ന് വെച്ചിട്ട് എല്ലാം ഫ്രൈ ചെയ്തിട്ട് വെറുതെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. ഞാൻ ഉപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഞാനും അർമാനും ഹെസാച്ചു. അങ്ങനെ നമ്മൾ മാപ്പിളുടെ പുരയിലേക്ക് പോവാണ്. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, പാക്ക് ചെയ്യുന്നതൊന്നും. അപ്പോൾ 3 തരം സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അതന്നെ അവിടെ ജാസ്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാപ്പിളുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പ വീട്ടിൽ കയറാൻ നിന്നിട്ട് ഉപ്പ വേഗം പോയിട്ടുണ്ടായിന്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ അനിയൻ്റെയോളും ഏട്ടൻ്റെയോളും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. നമ്മൾ ആദ്യം ഒന്നിച്ചെല്ലാവരും പോകാൻ തന്നെ കേട്ടോ പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ വെച്ച് ആദ്യം ഒരാൾ പോയി, പിന്നെ ഒരാളും അങ്ങനെയൊക്കെ പോകാമെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന തന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അസ്നയും ഏകദേശം ഒരേപോലത്തെ സ്നാക്കാണ് കൊണ്ടത്. അസ്ന എന്ന് പറയുന്ന അനിയൻ്റെ ഉള്ളു കേട്ടോ. ഞാനും ഏകദേശം ഞാനും ഉന്നക്കായ്ക്ക് പകരം കായ്പോള, പിന്നെ ഇറാനിപ്പോളയും ഇറച്ചിപ്പത്തിലും ഒരുപോലെയാണ് നമ്മൾ കൊണ്ടുപോയത്. പിന്നെ ഒരമ്മായി പിന്നെ ഒറോട്ടിയും ബട്ടൂരിയും കൊണ്ടാന്നു, ഒരമ്മായി കറിയും ഉണ്ടാന്നു.
അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടാവുന്നില്ല. ഉമ്മാനടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു സ്നാക്ക് ഉണ്ടാക്കണ്ടെന്ന്, അവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചെത്തി. ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരും ഒന്നിച്ചെത്തിയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊരു എല്ലാം ഞാനൊരു 6 മണി ആവാനാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം പിന്നെ സെറ്റ് ചെയ്ത് വെക്കലാണ്, പ്ലേറ്റിലേക്ക് മുറിച്ചിട്ടിട്ടെല്ലാം വെക്കലാണ്. ഒരു ഭാഗത്തുനിന്ന് ചായ റെഡിയാക്കുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കലാന്നേ. പിന്നെ നമ്മളെല്ലാം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കാണ് 3ാമത്തെ അമ്മായി വന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ചെത്തിയിട്ടില്ല, ഒരാൾ കുറച്ച് ലേറ്റായി, ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് എത്തിയില്ല. എല്ലാവരും ഒന്നിച്ചെത്തിയതാണ് അവരെ മക്കള്. അവളും ഞാൻ ഒന്നിച്ച് കല്യാണം കഴിഞ്ഞാണ് കേട്ടോ. നേരെ എൻ്റെ മാപ്പിളുടെ നേരെ കേട്ടോ. അർമാൻ ഇവിടെ കുഞ്ഞു വാവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അതിപ്പം പ്രസവിച്ചതാണ് കേട്ടോ, 2 മാസം ആവുന്നതേ ഉള്ളൂ. അനിയൻ്റെ കുട്ടിയാണ്. പിന്നെ അവിടെ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ നല്ല രസമാണ്. ഫുൾ കുട്ടികളായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാം ബാങ്ക് കൊടുക്കാനായപ്പോൾ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ എല്ലാവരും കടികൾ മാത്രമുണ്ട്, ആരും ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടാകത്തോണ്ട് വെറും പിന്നെ ബത്തക്ക വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫ്രൂട്ട്സ് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി. കുട്ടികളെല്ലാം ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ബാങ്ക് കൊടുത്തു. എല്ലാവരും നോമ്പ് തുറക്കലാന്ന് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ ഏട്ടനുണ്ടായിരുന്നു, പിന്നെ കുട്ടികളും നമ്മളും ഉമ്മയും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് വർത്താനം പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കില്ല. ഏതാച്ചു പിന്നെ ചെറിയ മോക്ക് ഇതുമൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ദനിയൻ്റെ മോനാണ്. ഇത് വെറും കൂക്കി കൊടുക്കലാണ് കേട്ടോ. എപ്പം നോക്കിയാലും കൂക്കലാണ്, ഒച്ചപ്പാടും ബഹളം. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സെറ പറയലാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ്. എൻ്റെ കാലെടുത്തു. ഓളെ കാലെല്ലാം പവിത്രമാണ്. അമ്മായിമാരും മൂന്നാളും ഓളെ ഐഫോൺ കാണിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലാണ്. ഒരു 10 മണിയിലാകുമ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കലാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കലാണ്. ഓക്കെ ഗൈസ്, നമ്മളെല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. അമ്മേൻ്റെ ഒറോട്ടിയും റസ്ലമ്മേൻ്റെ കറിയും. നല്ല പോളിങ്ങാണ് അമ്മായി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേദി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇത് പുതിയ ചാനലാണ്.